കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആവർത്തന പുസ്തകം 12-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നിനക്ക് ബോധിക്കുന്നിടത്തൊക്കെയും നിൻ്റെ ഹോമയാഗങ്ങൾ കഴിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന്. പ്രിയ ദൈവമക്കളെ, ഇവിടെ കനാൻ ദേശത്തിലേക്ക് മോശ നടത്തിക്കൊണ്ടുവന്ന ജനം കനാൻ ദേശത്തിൽ അടുക്കാറായി. അപ്പോൾ കനാൻ ദേശത്തിന് അടുക്കാറായപ്പോൾ അവിടെ അവർക്ക് ഒരു കൽപ്പന എന്ന പോലെ യഹോവ കൊടുക്കുന്നതാണ്. കാണുന്നിടത്തൊക്കെയും ഹോമയാഗം കഴിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവാൻ. അപ്പോൾ മുൻകാലങ്ങളിൽ കർത്താവ് ഹോമയാഗങ്ങളിലും ഹനനയാഗങ്ങളിലും സമാധാനയാഗങ്ങളിലും ഒക്കെ പ്രിയം വച്ചിരുന്നു. അപ്പം ദൈവത്തെ പ്രിയപ്പെടുത്തണമെങ്കിൽ ഒരു മൃഗത്തെയോ പറവജാതിയെയോ നാം യാഗം കഴിക്കണം. പക്ഷേ ഈ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം അങ്ങനെ ഒരു യാഗത്തിന് പ്രസക്തിയില്ലാതെയായി. അപ്പോൾ അതിന് ശേഷമാണെങ്കിൽ നമുക്ക് അത് പ്രസക്തി ഇല്ലാതായത് എന്തുകൊണ്ട് വെച്ചാൽ കർത്താവ് നമുക്ക് വേണ്ടി ജീവബലിയായി തീർന്നു. അപ്പോൾ ഒരു ബലി നമുക്ക് വേണ്ടി, ഒരു പാപമില്ലാത്ത ഒരു മനുഷ്യൻ ബലിയായി തീർന്നപ്പോൾ നമ്മുടെ ഒരു ജന്മപാപം എന്ന് പറയുന്നത് അതിൽ ആ ഒരു യാഗത്തിൽ അത് കഴിക്കപ്പെട്ടു. പക്ഷേ നമ്മുടെ സ്വഭാവ പാപങ്ങൾ എല്ലാം നമുക്ക് ഇപ്പോഴും നമുക്കുണ്ട്. പക്ഷേ നാം അപ്പോൾ അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ യാഗം ചെയ്തിട്ടുണ്ട്. കർത്താവ് ചെയ്യുന്ന നന്മകൾക്കായാലും പ്രതിയുത്തരമായിട്ട് നാം ചെയ്യേണ്ടത് അധരബലിയായ സ്തോത്ര ബലിയാണ്, യാഗങ്ങളെയാണ് കർത്താവ് സ്വീകരിക്കുന്നത്. അപ്പോൾ അധരയാഗങ്ങളായ സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുവാൻ നാം മറന്നു പോകരുത്. അപ്പോൾ എപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ പിറുപിറുക്കുകയും കരഞ്ഞുകൊണ്ടേയും ഇരിക്കാതെ കർത്താവ് ചെയ്യുന്ന ഓരോ ഉപകാരങ്ങൾക്കും ദിവസവും രാവിലെയും വൈകുന്നേരവും നന്ദി അർപ്പിച്ച് ദൈവസന്നിധിയിൽ മുട്ടുകുത്തുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, ഞങ്ങളുടെ അധരബലിയായ യാഗമായ കർത്താവെ, ആ ഒരു സ്തോത്രയാഗം അങ്ങ് കർത്താവെ ായിട്ട് കർത്താവെ വാഞ്ചിക്കുമ്പോൾ, കർത്താവെ, ഞങ്ങളുടെ ജീവിതം കർത്താവെ, ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ എണ്ണി മുറുമുറുപ്പിലും അല്ലെങ്കിൽ പിറുപിറുപ്പിലും കർത്താവെ ഹല്ലേലൂയ വേശ്യത്തിലും മാറിക്കളയാതെ എപ്പോഴും നന്ദിയുള്ളവരായി ദൈവസന്നിധിയിൽ കർത്താവെ നിനക്ക് വേണ്ടി കർത്താവെ യാഗങ്ങൾ ചെലുത്തുന്നവരായിട്ട് ഇരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവെ ഞങ്ങൾ ചെയ്ത ഓരോ കുറ്റങ്ങൾക്കും കർത്താവെ ഞങ്ങൾ അതിന് തക്കതായിട്ടും അധികമായിട്ടും കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ നന്ദിയുള്ളവരായി ദൈവമേ ഹല്ലേലൂയ സ്തോത്രം കർത്താവേ, ആദരം കൊണ്ട് അങ്ങയെ മാനിക്കുന്നവരായി ഞങ്ങളായിത്തീരുവാൻ എൻ്റെ ദൈവം കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.